ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ പേജിലേക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ബോർഡ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ബോർഡാണ്. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അത്താണിക്ക് വരുന്ന ഡയറക്ഷനിൽ സിയാലിൻ്റെ പുതിയ പാലം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യം കാണുന്ന ഒരു സൈൻ ബോർഡാണ്. ഈ ബോർഡിൽ എഴുതി വെച്ചാണ് പ്രകാരം ഈ റോഡിൻ്റെ ഉടമസ്ഥാവകാശം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനും അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ജോലികളെല്ലാം ചെയ്യുന്നതും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും ആണെന്നാണ് അതിലെഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ കാണിക്കാനുള്ള ഒരു സാഹചര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, കഴിഞ്ഞ ദിവസങ്ങളല്ല കുറേ നാളുകളായിട്ട് ഇവിടെ ചെക്കിംഗ് ഉണ്ട്. 60 കിലോമീറ്ററിന് മേലെ പോയി കഴിഞ്ഞാൽ പെനാൽറ്റി ഉണ്ട്. അപ്പോൾ ഈ റോഡ് PWD ആണോ അതോ എയർപോർട്ടിൻ്റെ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ ടെർമിനൽ മാനേജറെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 50% PWDയുടെയും 50% കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോർഡ് എന്തിനോട് വെച്ചനെ? നിങ്ങൾ ഈ 60 കിലോമീറ്റർ പരിധിയുള്ള ബോർഡ് കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇത് ഏകദേശം നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അത്താണിക്ക് ഇടയ്ക്ക് സെൻട്രലായിട്ട് വരും. ലെഫ്റ്റ് സൈഡിലാണ്, അധികാരം ശ്രദ്ധിക്കില്ല. ബോർഡ് വെച്ചിട്ടുണ്ട്. 60 കിലോമീറ്ററാണ് ഇവിടുത്തെ പരിധി എന്നുള്ളത്. ഈ ബോർഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെ അടുത്ത ബോർഡ് കണ്ടോ കേട്ടോ, സൈൻ ബോർഡ്. ബോർഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അടുത്തൊരു ബോർഡ് കാണാം. കണ്ടോ, സ്പീഡ് ലിമിറ്റ് റെസ്ട്രിക്ഷൻ എൻഡ്സ് എന്ന്. അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അത്താണിക്ക് വരുമ്പോഴുള്ള 60 കിലോമീറ്റർ വേഗപരിധി ഇവിടെ അവസാനിച്ചു. അങ്ങനെയല്ലേ? എൻ്റെ ഒരു അറിവിൽ ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാം, കുഴപ്പമില്ല. ഇത് കാണുന്ന ഓരോ ഡ്രൈവർമാരും ഇതിനൊരു മറുപടി പറയാം, അല്ലെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്താം. ഇത് കണ്ടോ, ഇനി അടുത്തൊരു രസം കാണിച്ചു തരാം. ഇതിങ്ങും അത്താണി ഡയറക്ഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന സൈൻ ബോർഡ്, ഇത് എയർപോർട്ടിൻ്റെ തന്നെ റോഡാണ്, എയർപോർട്ടാണ്, ഇത് മെയിൻ്റെനൻസ് ചെയ്യുന്നുള്ളൊരു ബോർഡാണ്. ഇത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് ഇനി അടുത്തൊരു ബോർഡ് കാണാൻ പറ്റും നിങ്ങൾക്ക്. അടുത്തൊരു ബോർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആരും ശ്രദ്ധയിൽപ്പെടാത്തൊരു ബോർഡായിരിക്കും. കാരണം അവിടെ ചെടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു അതിൻ്റെ ഇടയിലാണ് ആ ബോർഡ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിച്ച് നോക്കാം അടുത്ത ബോർഡ് എന്തായിരിക്കും എന്നുള്ളത്. ഇത് കണ്ടോ, സ്പീഡ് ലിമിറ്റ് റെസ്ട്രിക്ഷൻ എൻഡ്സ് എന്നാണ്. അതായത് അത്താണി ജംഗ്ഷനിൽ നിന്ന് വെറും 200 മീറ്റർ അകലെയുള്ള ബോർഡാണിത്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 10 മണി 2 മണിയുടെ ഇടയ്ക്ക് അവരുടെ ടാറ്റ നെക്സോൺ കാറിൻ്റെ പുറകിലെ ഡിക്കിയൊക്കെ പൊക്കി വെച്ച് ക്യാമറ കണ്ണുകൾ ഓണാക്കി വെച്ചിട്ട് 60 കിലോമീറ്റർ സ്പീഡിൽ പോണ വണ്ടികൾക്ക് പെനാൽറ്റി അടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, അവർ കിടക്കണതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. നിങ്ങളിതിനൊരു അഭിപ്രായം പറ. ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കൂടെ ഈ റോട്ടിൽ കൂടെ പോണവർക്ക് നിങ്ങൾ പെനാൽറ്റി അടിച്ചോ? പെനാൽറ്റി അടിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പെനാൽറ്റി അടിക്കാൻ കൊണ്ട് നിർത്തിയ വണ്ടിക്കും ഒരു 500 മീറ്റർ മുമ്പ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ വേഗപരിധി ഇല്ല, നിയന്ത്രണം ഇല്ല എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ ബോർഡെങ്കിലും ഒന്ന് എടുത്തു മാറ്റിയിട്ട് ജനങ്ങളുടെ നിന്ന് പൈസ പിരിച്ചുകൂടെ? എൻ്റെ ചോദ്യം അതാണ്. ഇതിങ്ങനെ എയർപോർട്ടിൻ്റെ റോഡായിക്കോട്ടെ, PWD റോഡായിക്കോട്ടെ, നിങ്ങളൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, ആ ബോർഡെങ്കിലും ഒന്ന് എടുത്തു മാറ്റ്, എന്നിട്ട് പണപ്പിരിവ് കൊടുങ്ങും. ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും, ഡ്രൈവർമാരായിക്കോട്ടെ, പ്രൈവറ്റ് വാഹനം ഉപയോഗിക്കുന്നവരായിക്കോട്ടെ, എല്ലാവരെയും ബാധിക്കുന്നൊരു സംഭവമാണ് ഇത്. നമ്മളാരും ശ്രദ്ധിക്കപ്പെടാതെ നമ്മുടെ കയ്യിൽ നിന്ന് പണം ഇവരടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ ബോർഡ് മാറ്റി വയ്ക്കൂ, എന്നിട്ട് നിങ്ങൾ പണം പിരിച്ചോ. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയുമല്ലോ അല്ലേ? താങ്ക് യു, ബൈ ബൈ.